നമസ്കാരം. തലസ്ഥാന നഗരത്ത് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത് എങ്ങനെ? അതാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വലിയ പ്രതീക്ഷകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. തിരുവനന്തപുരം ബി ജെ പി ആദ്യം മുതൽ തന്നെ ചെറിയ തോതിലെങ്കിലും ജൈവികമായ വളർച്ച ഓരോ ഘട്ടത്തിലും രേഖപ്പെടുത്തിയ ഒരു നഗരമാണ്. അത് 1980കളിൽ ബി ജെ പിയുടെ രൂപീകരണ കാലം മുതൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ ബേസ് ഉണ്ടായിരുന്നു, നഗരമധ്യത്തിൽ പ്രത്യേകിച്ച്. അത് കുറച്ചുകൂടി നഗരത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ബി ജെ പി വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. നേമത്ത് തുറന്ന അക്കൗണ്ട് രാജേട്ടൻ, അതായത് രാജഗോപാൽ തുറന്ന അക്കൗണ്ട് പിന്നീട് വി ശിവൻകുട്ടിയിലൂടെ CPM പൂട്ടിച്ചു എന്നതും ചരിത്രമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിലെ ഇന്നത്തെ നിലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. കേരളത്തിൽ ഒരു നഗരത്തിലും ഒരു ഇടത്തും തിരുവനന്തപുരത്തിന് പുറത്ത് ബി ജെ പി അല്ല ഏറ്റവും വലിയ കക്ഷി എന്നുകൂടി സൂചിപ്പിക്കട്ടെ. പക്ഷെ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വളർച്ചയുടെ പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒരു കാരണം അതിൽ നിന്നുമാണ് ഈ നഗരത്തിലെ 101 സീറ്റുകളിൽ, തെരഞ്ഞെടുപ്പ് നടന്ന 100 സീറ്റുകളിൽ 50 സീറ്റുകളുമായി ബി ജെ പി ഉജ്ജ്വലമായ വിജയം കൈവരിച്ചതും CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 29 സീറ്റിലേക്ക് 53-ൽ നിന്നും 29-ലേക്ക് താണിറങ്ങേണ്ടി വന്നതും UDFന്റെ 10 സീറ്റുകൾ 19ആയി വർദ്ധിപ്പിക്കാനായതും ഒക്കെ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ബി ജെ പിക്ക് നിലവിലുണ്ടായിരുന്ന 34 സീറ്റുകളാണ്, അതിൽ നിന്നും 50-ലേക്ക് വളർന്നിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അദ്ദേഹം മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു താൻ ഒരിടത്തേക്കും ഒളിച്ചോടുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ബി ജെ പി ജയിച്ചു വരുമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഔപചാരികമായി കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരനെ, പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ട ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ആലങ്കാരികമായി എങ്കിലും ബി ജെ പി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ ആകാനാണ് സാധ്യത. അത് തെളിച്ചു പറയുന്നില്ല എങ്കിൽ പോലും നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ആകെ വിജയിച്ച ഒരേ ഒരു നിയമസഭാ മണ്ഡലം മുൻപ്, അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ഒരു കാര്യം. 2, ഒരു വികസന അജണ്ട തിരുവനന്തപുരത്തിന് മാത്രമായും സംസ്ഥാനത്ത് ആകമാനവും ഒരു വികസന അജണ്ട ബി ജെ പി മുന്നോട്ട് വെച്ചു. ബി ജെ പിയുടെ പലപ്പോഴും നമ്മൾ പറയുന്നത് ബി ജെ പിയുടെ ഒരു ജനിതക ഘടന എന്ന് പറയുന്നത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം, അതായത് ദേശീയത ഉയർത്തി നിർത്തുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൈന്ദവ ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ബി ജെ പിയുടെ ഒരു പ്രചരണ സംവിധാനം, അത് വടക്കേ ഇന്ത്യയിൽ ആ പരിപ്പ് വേവും. പക്ഷേ ഇവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും അതൊന്നും അല്ല വിഷയം. ജനത്തോട് ആരാണോ ശുദ്ധമായ വികസനം പറയുന്നത് അവരെ ജനം അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ചോദിക്കാം, എന്തുകൊണ്ട് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ ഈ വികസന വോട്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ലഭിച്ചില്ല? കാരണം അവിടെ ബി ജെ പിയുടെ വളർച്ച ആ രീതിയിൽ തിരുവനന്തപുരത്തെ തുല്യമായി വളർന്നില്ല, അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായില്ല. ത്രഷ് ഹോൾഡ് പവറല്ല. തിരുവനന്തപുരത്തെ വെറുതെ ഒരു നാൾ ബി ജെ പി ജയിച്ചതല്ല. മുഖ്യ പ്രതിപക്ഷം 2 പ്രാവശ്യം 2015 തെരഞ്ഞെടുപ്പിൽ 36 സീറ്റുമായി മുഖ്യപ്രതിപക്ഷം, 2020 തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുമായി മുഖ്യപ്രതിപക്ഷം, ഇപ്പോഴിത് 50 സീറ്റുമായി ഭരണപക്ഷം. 50 സീറ്റ് സത്യത്തിൽ ഭൂരിപക്ഷമാണോ എന്ന് ചോദിച്ചാൽ കേവലം പരാപരം എന്നൊക്കെ പറയാനാവൂ. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ബി ജെ പിക്കെതിരെയുള്ള UDFും LDFും ഒരുമിച്ച് ചേർത്താലും 48 സീറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. 2 സീറ്റുകൾ സ്വതന്ത്രന്മാരാണ്. ആ സ്വതന്ത്രന്മാരുടെ ഒരാളുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ കഴിയും. അപ്പോൾ ഒരു കാരണം വികസനമാണ്. വികസനവും വിശ്വാസവും, അതാണല്ലോ ബി ജെ പി എക്കാലത്തും പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആളിക്കത്തിക്കാനൊന്നും ബി ജെ പി ശ്രമിച്ചില്ല. കാരണം 2019 അത് ആളിക്കത്തിച്ച് വിശ്വാസ സംരക്ഷണ ജാഥയും ആചാര സംരക്ഷണ നീക്കങ്ങളും നാമജപ യാത്രയും എല്ലാം തന്നെ വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയത്, വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത് ബി ജെ പിക്ക്. പക്ഷേ വോട്ടെണ്ണി വന്നപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു, ഇടതുപക്ഷത്തിൻ്റെ വല്ലാതെ കുറഞ്ഞു. ഇതിനിടയിൽ നിന്നുകൊണ്ട് UDF അങ്ങ് കയറിപ്പോയി. 19 സീറ്റുകളിൽ UDF ജയിച്ചു കയറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു കാര്യം ആവർത്തിക്കാൻ ബി ജെ പി ആഗ്രഹിച്ചില്ല എന്ന് വേണം കാണാൻ. അതുകൊണ്ട് വളരെ ക്വയറ്റായി തങ്ങളുടെ
ശക്തി കേന്ദ്രങ്ങളിൽ പ്രധാനമായി ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് എല്ലാ റിസോഴ്സുകളും ഇൻ്റലക്ച്വൽ, മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സുകൾ ഒരുമിച്ച് യോജിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ തിരുവനന്തപുരം നഗരത്തിൽ. പക്ഷേ അത് നൽകുന്ന ഒപ്റ്റിക്സ്, നൽകുന്ന ഒരു ചിത്രം, രാജ്യത്താകമാനം നൽകുന്ന ചിത്രം വളരെ തെളിവും മികവുമുള്ളതാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തിൽ വരും. തിരുവനന്തപുരത്തിൻ്റെ വികസന രൂപരേഖ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കും. അപ്പം വലിയ ചില കാര്യങ്ങൾ ദേ ആർ കമ്മിങ് ഇൻ ദ പൈപ്പ് ലൈൻ. ഇതൊരു പ്രതീക്ഷയാണ്. ജനങ്ങൾക്കൊരു വലിയ പ്രതീക്ഷ കൊടുത്തിരിക്കുന്നു. ആ പ്രതീക്ഷയുടെ ഭാരം ഇപ്പോൾ BJP പേറേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമോ, ഈ പ്രഖ്യാപനങ്ങൾ വാക്കിലൊതുങ്ങുമോ, കാര്യമായി നടക്കുമോ, ഇതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. അതിനെയും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. UDF-നെയും LDF-നെയും മാറി മാറി കേരളത്തിലെ ആളുകൾ പരീക്ഷിച്ചു. LDF-നെ മാത്രം തിരുവനന്തപുരത്തെ ജനത വർഷങ്ങളായി, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി LDF-നെ മാത്രം തിരുവനന്തപുരത്തെ ജനത വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നു. ദേ നെവർ ഫെൽറ്റ് ദാറ്റ് ദേ ഹാഡ് ആൻ ഓപ്ഷൻ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആ ഫീൽ ചെയ്ത ഓപ്ഷൻ, പക്ഷേ ജയിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ ആ ഓപ്ഷൻ, BJP എന്ന ഓപ്ഷൻ അവിടെ വിജയിച്ചിരിക്കുന്നു. അവിടെയാണ് പ്രതീക്ഷയുടെ ഭാരം. എന്തെല്ലാമാണ് വരാനുള്ളത് BJP-യുടെ? ആദ്യം ഞാൻ BJP-യുടെ ഈ വിജയത്തിൻ്റെ പിന്നിലെ തന്ത്രങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഒരു ആരോപണം ഉണ്ടാകുന്നു. BJP അങ്ങനെ ജയിച്ചതല്ല, ഇടതുപക്ഷം ഒന്ന് കണ്ണടച്ചു കൊടുത്തതാണ്. ഒരു തരം സഹകരണം, അന്തർധാര ഉണ്ടായിരുന്നു. ഇത് ശരിയോ? ഇത് ശരിയാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം താഴെത്തട്ടിൽ ഏതെങ്കിലും അന്തർധാര ഏതെങ്കിലും രൂപത്തിൽ വന്നാൽ അത് വളരെ മേൽത്തട്ടിലുള്ള ചില കാര്യങ്ങളിൽ മാത്രം. ഏറ്റവും ഉന്നത തലത്തിലുള്ള നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ BJP-യുടെ നേതാവ് അമിത്ഷായോ നരേന്ദ്രമോദി തന്നെയോ ഒക്കെ നേരിട്ട് എന്തെങ്കിലും ധാരണകളിൽ എത്തുകയും ഒക്കെ ചെയ്താൽ പോലും അത് താഴെത്തട്ടിൽ വോട്ടാക്കി മാറ്റിയാൽ ഇരുചെവി അറിയാതെയൊന്നും ലക്ഷക്കണക്കിന് വോട്ടുകൾ മാറാനാവില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു അന്തർധാരയൊന്നും ഉണ്ടാവില്ല. പക്ഷേ പല ഘടകങ്ങൾ, അന്തർധാര എന്ന് നേരിട്ട് പറയാനാവില്ല എങ്കിലും പല ഘടകങ്ങൾ അനുകൂലമായി പ്രവർത്തിച്ചു. ഒന്ന്, തിരുവനന്തപുരം നഗരത്തിലെ ഈ മേയർ സ്ഥാനാർത്ഥി മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള ഒരു വ്യക്തിപരമായ മടുപ്പ്, ധാർഷ്ട്യം, ധിക്കാരം, അവരുടെ ചില സംസാരങ്ങൾ, പെരുമാറ്റ രീതി എല്ലാം തന്നെ വലിയ മടുപ്പാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ വിജയസാധ്യത കൽപ്പിച്ചില്ല. അങ്ങനെയെങ്കിൽ CPM-ന് വോട്ട് ചെയ്യണ്ട എന്ന് ചിന്തിച്ച ഒരുപാട് പേരുണ്ട്. സർക്കാർ ജീവനക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരുടെയൊക്കെ വോട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു വേദിയായി BJP-യെ കണ്ടു. അത് സ്വാഭാവിക ഒരു കാര്യം തന്നെയാണ്. 2, ഭരണത്തിൻ്റെ അഴിമതിയോടുള്ള ഒരു വിയോജിപ്പ്. അതിൻ്റെയും മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ സ്വാഭാവികമായി കേരളത്തിൽ എമ്പാടും UDF-ന് മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ലഭിക്കുന്ന പരിഗണന തിരുവനന്തപുരം നഗരത്തിലെങ്കിലും BJP-ക്ക് ലഭിച്ചു. അതൊരു മെച്ചമാണ് BJP-യുടെ എന്ന് പറയാനാവില്ല. പക്ഷേ സ്വാഭാവികമായി ലഭിക്കുന്നത് UDF-നല്ല. UDF ആരും തന്നെ UDF വിജയസാധ്യത കൽപ്പിച്ച ആരും തന്നെ ഉണ്ടാവില്ല. ഞാനും കൽപ്പിച്ചിട്ടില്ല. ഞാനും മുൻ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആകും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന് അടുത്ത് വരെ എത്തുമെന്നും പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അത് ആ ഇതിൽ തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച ഒരു മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ BJP-ക്ക് മുന്നേറ്റം ഉണ്ടായി. വൻ മുന്നേറ്റം ഉണ്ടാവില്ല, അതിഗംഭീരമായ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിഗംഭീരമായ ഭൂരിപക്ഷമല്ല ഉണ്ടായത്, പക്ഷേ നിർണായക നീക്കം തന്നെയാണ്. ഇവിടെ അന്തർധാരയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും BJP നേരിട്ട് സഹായിക്കില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം ഇൻഡയറക്ട്ലി BJP-ക്ക് സഹായകരമായി വന്നു ഭവിച്ചു. കൃത്യമായി പറയാം എന്താണെന്ന്. കോൺഗ്രസ് ഇപ്രാവശ്യം ഉണർന്ന് പ്രവർത്തിച്ചു. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് രംഗത്തിറങ്ങി. അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, K. മുരളീധരൻ. അവർക്ക് നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക്, കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. തീർച്ചയായും KS ശബരിനാഥൻ. ജില്ലാ പ്രസിഡന്റ് N. ശക്തനായി പ്രവർത്തിച്ചു. അത് എണ്ണയിട്ട യന്ത്രം പോലെ UDF-ന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു. യുവ സ്ഥാനാർത്ഥികൾക്ക് അവർ അവസരം നൽകി. എല്ലാം തന്നെ UDF കൃത്യമായി ചെയ്തു. വലിയ പടലപിണക്കങ്ങൾ ഉണ്ടായില്ല. മുസ്ലിം ലീഗുമായൊക്കെയുള്ള ചില വാർഡുകൾ, പൗണ്ടുകട വാർഡിലൊക്കെ ഉണ്ടായ ചില തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല UDF-ൽ. വളരെ നേരത്തെ പ്രചരണം തുടങ്ങുകയും ചെയ്തു, പതിവിൽ നിന്നും വിഭിന്നമായി. അങ്ങനെ UDF-ന് സമാഹരിക്കാനാവുന്ന വലിയ നമ്പർ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോൾ സാധാരണ BJP-ക്ക് കിട്ടുന്നത് എന്താണ്? BJP-ക്ക് ലഭിക്കുന്നത് UDF-ൽ നിന്നും ലഭിക്കാവുന്ന UDF വോട്ട്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. UDF മൈൻഡഡ് ആളുകൾ ചിലരൊക്കെ മനം മടുത്ത് BJP-ക്ക് വോട്ട് ചെയ്തു. LDF കേഡർ സംവിധാനമായതുകൊണ്ട് LDF വോട്ടുകൾ ഒന്നും തന്നെ BJP-യിലേക്ക് പോവില്ല.
ഇപ്രാവശ്യം എന്തായിരിക്കാം സംഭവിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചെറിയ തോതിലെങ്കിലും ദക്ഷിണ കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈഴവ വോട്ടുകളെങ്കിലും ചെറിയ പങ്ക് CPM നിന്നും BJPയിലേക്ക് മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു ആ ഒഴുക്ക് ഇപ്രാവശ്യവും സംഭവിച്ചിരിക്കാം. കോൺഗ്രസിന് ലഭിക്കാനുള്ള വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിന് ലഭിക്കുകയും അത് BJPയിലേക്ക് പോയില്ല. പോകാനുള്ളവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ കാൽച്ചൂട്ടിലെ മണ്ണ് ഇളകാനുള്ളതെല്ലാം ഇളകി, ഇനിയൊന്നും ഇളകാനില്ല, അത്രയ്ക്ക് പോയി കഴിഞ്ഞു. അതാണ് സംഘടനാ സംവിധാനവും കോൺഗ്രസിനെ പിന്തുണയും സംസ്ഥാന വ്യാപകമായി അങ്ങനെ തന്നെയാണ്. പോകാനുള്ളത് പോയി കഴിഞ്ഞു, ബാക്കിയുള്ളത് നിൽക്കും. നിൽക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടി പ്രതീക്ഷയുള്ള യുവജന വോട്ടുകളും വന്നു കോൺഗ്രസിന്. യുവജന സ്ഥാനാർത്ഥികളെ നിർത്തി. KSU ജില്ലാ പഞ്ചായത്തിലെങ്കിലും കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി. കാരണം KSU ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ നിർത്തി. അതുപോലെ നേമം സജീറിനെ നിർത്തി, ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നഗരസഭാ വാർഡിൽ നിർത്തി പരാജയപ്പെട്ടു. പക്ഷേ ഇതെല്ലാം തന്നെ പോസിറ്റീവ് വൈബാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. വൈഷ്ണ പോലെയുള്ള സ്ഥാനാർത്ഥികൾ വളരെ യങ് കാൻഡിഡേറ്റ്സ് ആണ്. അവർ കൊണ്ടുവരുന്ന ഒരു ഫ്രഷ് ബ്ലഡ്, അതുമായി ബന്ധപ്പെട്ട വിവാദം LDFന് തിരിച്ചടിയായി. ഈ LDFന് തിരിച്ചടിയാകുന്ന എല്ലാം തന്നെ UDFന് മെച്ചമായതും LDFന് തിരിച്ചടിയായതും യഥാർത്ഥത്തിൽ BJPക്ക് നേട്ടമായി വന്നു. അതോടൊപ്പം BJPയുടെ പോസിറ്റീവ് ക്യാമ്പയിൻ നെഗറ്റീവ് എന്ന് പറയാനൊക്കില്ല. ഒരിക്കലും വർഗീയത തിരുവനന്തപുരത്ത് BJP ആളിക്കത്തിച്ചു എന്ന് പറയാനാവില്ലല്ലോ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് BJPക്ക് കേന്ദ്ര ഭരണത്തിൽ നിന്നും ചില ഗുണങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കും. ഒരു പ്രത്യേക കോർപ്പറേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കേന്ദ്ര പദ്ധതികളുടെ ചില പ്രയോജനം ലഭിക്കും. BJPക്ക് വേണമെങ്കിൽ BJPക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലൂടെ, നരേന്ദ്രമോദിയിലൂടെ ഒക്കെ തന്നെ നഗരസഭയിൽ നേരിട്ടെത്തിക്കാൻ പണം, അത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോർപ്പറേഷനിലേക്ക്, കോർപ്പറേഷൻ മേയർക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ നഗരസഭയ്ക്ക് നേരിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫണ്ടുകൾ എത്തുമോ? അത് ഇൻഫ്രാസ്ട്രക്ചറൽ വികസനത്തിന് ഉപയോഗിക്കാനാവുമോ? യഥാർത്ഥത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വോട്ടർമാർ ചിന്തിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് എന്ത് ലഭിക്കും? തങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഉണ്ടാവുമോ? അല്ലാതെ വലിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ വലിയ ഗീർവാണത്തിൻ്റെയോ അടിസ്ഥാനത്തിലൊന്നുമല്ല. തങ്ങളുടെ മുൻപുള്ള റോഡുകൾ നന്നാകുമോ? ആവശ്യത്തിന് കലുങ്കുകൾ ഉണ്ടാകുമോ? അത്യാവശ്യം വിതരണ പ്രക്രിയ ശരിയാകുമോ? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുമോ? നഗരത്തെ മലിനീകരണം കുറയുമോ? നായ്ശല്യം കുറയുമോ? ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട തദ്ദേശ ചിന്താ വിഷയങ്ങൾ. തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ വലിയ സാധ്യതയാണ് വിഴിഞ്ഞം പോർട്ട്, അതിന് ചുറ്റുമുണ്ടാകുന്ന വികസന സാധ്യതകൾ, റിംഗ് റോഡുകൾ എല്ലാം വളരെ വലിയ സാധ്യതയാണ്. അത് മാത്രമല്ല മെട്രോയുടെ തിരുവനന്തപുരം നഗരത്തെ ഒരു മെട്രോ നഗരമായി വളർത്തി, കേരളത്തിലെ ആദ്യത്തെ ജംബോ മെട്രോ നഗരമായി മാറ്റിയെടുക്കുക, മെട്രോ റെയിൽ കൊണ്ടുവരിക, വലിയ രീതിയിൽ ഇലക്ട്രിക് ബസ്സുകൾ, അത് കേന്ദ്രം വിചാരിച്ചാൽ പുഷ്പം പോലെ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിലവിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ കൂടുതലായി കേന്ദ്ര സഹായത്തോടുകൂടി, കോർപ്പറേഷൻ്റെ കൂടെ ഒത്താശയോടുകൂടി ഇറക്കാൻ കഴിയുമോ? ഗതാഗതം, സർഫസ് ട്രാൻസ്പോർട്ട്, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനാവുമോ? സാധിക്കുമെന്ന് തന്നെയാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ, ബസ്സുകളുടെ കാര്യമൊക്കെയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. ഒരു ബാലൻസ് ഷീറ്റിൽ കേവലം 6 മാസം BJP ഭരണത്തിൽ വരാൻ പോകുന്ന ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയിൽ കേവലം 6 മാസത്തിനുള്ളിൽ വലിയ കുതിച്ചു ചാട്ടം നടത്താൻ പദ്ധതികളിലൂടെ, പെട്ടെന്ന് നടപ്പാക്കി പ്രോഗ്രസ് കാർഡ് കാണിക്കാനാവുന്ന പദ്ധതികളിലൂടെ ഒരു പക്ഷേ സാധിക്കും. ആകെ വേണ്ടത് ഇതാണ്. നഗരസഭ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോൾ തന്നെ ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ട് പുറത്ത്. BJPക്ക് അകത്തൊരു പക്ഷേ ക്ലാരിറ്റി ഉണ്ടാവും. ശ്രീലേഖ IPS ആകുമോ? ഒരു വനിതാ മേയർ ഉണ്ടാവുമോ? ഒരു പക്ഷേ VV രാജേഷ് എന്ന അതിശക്തനായ നേതാവ്, BJP നേതാവ്, BJPക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ച് ഏറെക്കാലം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്ന ഭരണപരിചയമുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ശ്രീ VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ? അതോ ഈ രണ്ടുപേരെയും പിന്തള്ളി മറ്റൊരാളെ കൊണ്ടുവരുമോ? ഒക്കെ BJP തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. BJPക്ക് സഖ്യകക്ഷികളൊന്നും പ്രബലമല്ല, ഒന്നും പ്രസക്തമല്ല. ഇതെല്ലാം BJP ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി BJP ഒരു ഫോക്കസിൽ പോകും. വൻപൻ 3 നേതാക്കളുടെ കാര്യം കൂടെ പറയാതെ തലസ്ഥാനത്തെ BJPയുടെ ചിത്രം പൂർണ്ണമാവില്ല. ഇതെല്ലാം തലസ്ഥാനത്തിന് പുറമേയുള്ള നേതാക്കളാണ്. 3+1 രാജീവ് ചന്ദ്രശേഖർ. തലസ്ഥാനത്തിന് പുറമേ നിന്നുകൊണ്ട് തലസ്ഥാന നഗരം സ്വന്തം നഗരമായി മാറ്റിയെടുത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ സംസ്ഥാന വ്യാപകമായ നേതൃത്വം, BJPയുടെ നേതൃത്വം 1 ഫാക്ടർ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ. 1 V മുരളീധരനാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് ഞാൻ കരുതുന്ന നേതാവ്. 2 കൃഷ്ണദാസ്.
കൃഷ്ണദാസ് ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ കാട്ടാക്കട മണ്ഡലത്തിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം. അത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുന്നു. പിന്നെ ഉള്ളത് ഇപ്പോൾ BJPയിലേക്ക് വന്ന ശ്രീലേഖ IPS. ഇപ്പോൾ ഓൾറെഡി ജയിച്ചു വന്നു, ശാസ്താമംഗലം വാർഡിൽ ജയിച്ചു വന്നു. ഒരുപക്ഷെ വട്ടിയൂർക്കാവിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന വനിതാ മുഖമായി BJP നേതൃമുഖമായി ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. ഈ 3 പേര് മുൻനിർത്തിയാവാം 3 നിയമസഭാ സീറ്റുകൾ മിനിമം. തിരുവനന്തപുരം നിയമസഭാ സെഗ്മെൻറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 നിയമസഭാ സെഗ്മെൻറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും വ്യക്തമായ മേൽക്കൈ BJPക്കുണ്ട്. ഇന്നത്തെ നിലയിൽ ഇതേ വോട്ടുകൾ നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ ഈ 3 മണ്ഡലങ്ങളും പിടിച്ചെടുക്കാം. ഒരുപക്ഷെ കാട്ടാക്കട മണ്ഡലം മെച്ചപ്പെട്ട പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൃഷ്ണദാസിന് പിടിച്ചെടുക്കാം. പക്ഷേ ഈ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ ആൻഡ് കെ സുരേന്ദ്രൻ പക്ഷവും ചേർന്ന് നടത്തുന്ന ചക്കളത്തി പോരാട്ടം തുടരാനാണെങ്കിൽ ഒരുപക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുണ്ടാവുമോ? ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കാൻ BJP തയ്യാറാവില്ല എന്ന് തന്നെയാണ് പൊതുവെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP അടുത്ത പ്രാവശ്യം നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്നതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അക്കൗണ്ട് തുറക്കും എന്നൊന്നും കരുതാനാവില്ല. തിരുവനന്തപുരം നഗരത്തിലെ 3 സീറ്റുകളിൽ വലിയ വലിയ സാധ്യതകൾ തന്നെയാണ് വളരെ പോസിറ്റീവായി കാണാനൊക്കുന്നത്. പക്ഷേ ഇനി കേരളത്തിൻ്റെ മറ്റ് BJPയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ BJPക്ക് ആകെപ്പാടെ ലഭിച്ചത് കാസർഗോഡ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. തിരുവനന്തപുരം ജില്ലയിലോ മറ്റ് ജില്ലകളോ ഒന്നും തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ലഭിച്ചില്ല. അതിനർത്ഥം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ BJPക്ക് ഇനിയും ഏറെ വളരാനുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ്, ലാർജർ ഡിവിഷൻ. അവിടെ UDF LDF തമ്മിൽ തന്നെയാണ് പോരാട്ടം. അതുപോലെ നഗരസഭകൾ 2 നഗരസഭകളാണ് മുൻപുണ്ടായിരുന്നത്, പാലക്കാടും പന്തളവും. അത് രണ്ടും ഒരുപക്ഷെ നഷ്ടപ്പെടാനാണ് സാധ്യത. പാലക്കാട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 21 സീറ്റുമായി. പക്ഷേ തൊട്ട് താഴെ LDF UDFും ഉണ്ട്. LDFും UDFും ചേർന്ന് നിന്നാൽ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ നിന്നും BJPയെ മാറ്റി നിർത്താനാവും. സമാനമായ സാഹചര്യമാണ് ഈ തൃപ്പൂണിത്തുറ നഗരസഭയിലും. മുൻപ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. അവിടെയും LDF UDFും കൈകോർത്താൽ BJPയെ മാറ്റി നിർത്താനാവും. അപ്പം നഗരസഭകളിൽ വലിയ പ്രതീക്ഷയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 10 നഗരസഭയെങ്കിലും പിടിച്ചെടുക്കും എന്ന പ്രതീക്ഷ അവിടെ സ്ഥാനത്തായി. അതുപോലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അവിടെയും ഇവിടെയുമായി ഏറെ സീറ്റുകളുണ്ട്. ഏതാണ്ട് 2000-ഓളം സീറ്റുകൾ, 1900 ചില്ലുവാനം സീറ്റുകൾ, 1600 ചില്ലുവാനം സീറ്റുകളിൽ നിന്നും 1900 ചില്ലുവാനം സീറ്റുകളിലേക്ക് ആകമാന സീറ്റുകൾ വളർന്നു. ആകെ 23,000-ഓളം സീറ്റുകളല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത്. അതിൽ ഒരു 2000-ഓളം സീറ്റുകൾ എന്ന് പറയുന്നത് സാമാന്യം നല്ലൊരു നമ്പറാണ്. തീർച്ചയായും സാമാന്യം നല്ല നമ്പറാണ്. വ്യാപകമായ വളർച്ചയുണ്ട്. പക്ഷേ അധികാരത്തിലെത്താൻ BJPക്ക് വേണ്ടത് ഏതാണ്ട് ഈ 30 ചില്ലുവാനം ശതമാനം വോട്ടുകളാണ് ത്രികോണ മത്സരത്തിൽ. പക്ഷേ അത്രയും ഒന്നും ആയിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിൽ ഒഴിച്ച് അത്രയും ഒന്നും ആയിട്ടില്ല. അവിടെ ആകപ്പാടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് ഡിവിഷനിൽ 13 സീറ്റുകൾ. അത് വലിയ നിർണായക സാന്നിധ്യമാണ്. 13 സീറ്റുകൾ. കൊല്ലം നഗരസഭയിൽ കോർപ്പറേഷനിൽ 11 ഡിവിഷനുകളിൽ BJP വെന്തിക്കൊടി പാറിച്ചു. അപ്പോൾ അവിടെ അർബൻ മെട്രോപൊളിറ്റൻ ജനതയുടെ മനസ്സിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നിഷ്പക്ഷമായി വിലയിരുത്താനാവുന്നത്. പക്ഷേ ഗ്രാമമേഖലയിൽ ആ ഒരു ഹൈപ്പ് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP ഏറെ മുന്നോട്ട് പോകണം. പക്ഷേ തിരുവനന്തപുരത്തെ വിജയത്തെ കുറച്ച് കാണാനുമാവില്ല. പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്തെ വിജയമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക സന്ദേശം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് നൽകിയതും. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെത്തി എന്തെങ്കിലും നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. BJPക്ക് ആശംസകൾ. കാരണം ആദ്യമായി അവസരം കിട്ടുകയാണ്. തീർച്ചയായും അതിനെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടിയോ രാഷ്ട്രീയ പ്രേരിതമായോ നോക്കിക്കാണണ്ട. ലെറ്റ് ദം ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ലെറ്റ് ദം റൂൾ ആൻഡ് സീ. അതിനുശേഷം മാത്രം വിമർശിക്കുന്നതാവും നന്ന്.